ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർ റിക്രൂട്ട്മെന്റ് പരിഷ്കരിച്ചുകൊണ്ട് വിജ്ഞാപനം പുറത്തിറക്കി. നിലവിലുണ്ടായിരുന്ന ഒഴിവുകളുടെ എണ്ണം പുതുക്കിയതോടൊപ്പം അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധിയും നീട്ടി. പുതുക്കിയ വിജ്ഞാപന പ്രകാരം ഉദ്യോഗാർത്ഥികൾക്ക് ജനുവരി 10 വരെ അപേക്ഷ സമർപ്പിക്കാം. പുതുക്കിയ വിജ്ഞാപനമനുസരിച്ച് നേരത്തെ അറിയിച്ചിരുന്ന 996 തസ്തികകളിൽ നിന്ന് ഒഴിവുകളുടെ എണ്ണം 1146 വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വെൽത്ത് മാനേജ്മെന്റ് വെർട്ടിക്കലിന് കീഴിലുള്ള തസ്തികകൾക്കാണ് ഈ പരിഷ്കരണം ബാധകമായിരിക്കുന്നത്. സീനിയർ റിലേഷൻഷിപ്പ് മാനേജർ 582 തസ്തികകൾ, അസിസ്റ്റന്റ് റിലേഷൻഷിപ്പ് മാനേജർ 237 തസ്തികകൾ, കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് 327 തസ്തികകൾ എന്നിങ്ങനെയാണ് ഒഴിവുകളുടെ എണ്ണം. കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. 5 വർഷമാണ് കരാർ കാലാവധി. ഉദ്യോഗാർത്ഥികളുടെ പരിചയസമ്പത്ത്, നിലവിലെ ശമ്പളം തുടങ്ങിയവയെ ആശ്രയിച്ചായിരിക്കും CTC തീരുമാനിക്കുന്നത്. 750 രൂപയാണ് അപേക്ഷാ ഫീസ്. SC, ST, PWBD ഉദ്യോഗാർത്ഥികൾ ഫീസ് നൽകേണ്ടതില്ല. റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങൾ sbi.bank.in എന്ന ലിങ്കിൽ പരിശോധിക്കാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മെട്രോ ട്രെയിൻ കാത്തുനിൽക്കുന്ന സമയത്തെ ബോറടി മാറ്റാൻ ഇനി മൊബൈലിൽ ഗെയിം കളിക്കാം. ഒപ്പം ആകർഷകമായ സമ്മാനങ്ങളും നേടാം. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ഇൻഫോ പാർക്കിലെ സ്റ്റാർട്ടപ്പ് സ്ഥാപനമായ ബെൻസാൻ സ്റ്റുഡിയോസുമായി ചേർന്നാണ് ക്വിക്സ് പ്ലേ ആൻഡ് വിൻ എന്ന ഗെയിമിംഗ് പ്ലാറ്റ്ഫോം അവതരിപ്പിച്ചത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ കളിച്ചു തീർക്കാവുന്ന ലളിതവും ആവേശകരവുമായ മൈക്രോ ഗെയിമുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിനായി പ്രത്യേക ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യേണ്ടതില്ല. മെട്രോ സ്റ്റേഷനുകളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന QR കോഡുകൾ സ്കാൻ ചെയ്താൽ നേരിട്ട് വെബ് ആപ്പിലൂടെ ഗെയിമുകൾ കളിക്കാം. വിജയിക്കുന്നവർക്ക് കൊച്ചിയിലെ പ്രമുഖ ബ്രാൻഡുകളിൽ നിന്നുള്ള ഡിസ്കൗണ്ട് കൂപ്പണുകളും റിവാർഡുകളും തത്സമയം ലഭിക്കും. ലഭിക്കുന്ന റിവാർഡ് പോയിന്റുകൾ നഗരത്തിലെ വിവിധ ഷോപ്പുകളിലും റെസ്റ്റോറന്റുകളിലും റെഡീം ചെയ്യാം. ഇതിലൂടെ യാത്രയും വിനോദവും ഒരുമിപ്പിക്കുന്ന പുതിയ അനുഭവമാണ് കൊച്ചി മെട്രോ യാത്രക്കാർക്ക് ലഭിക്കുക. പദ്ധതിയുടെ ആദ്യഘട്ടമായി ഇടപ്പള്ളി, മഹാരാജാസ്, വൈറ്റില മെട്രോ സ്റ്റേഷനുകളിലാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്. ലഭിക്കുന്ന പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ സ്റ്റേഷനുകളിലേക്ക് ഈ സംവിധാനം വ്യാപിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കുള്ള അക്ഷയ സർവീസ് ചാർജ് നിശ്ചയിച്ച് സർക്കാർ. 40 രൂപയാണ് ഈ സേവനങ്ങൾക്ക് ഈടാക്കാനാവുക. രേഖകളുടെ സ്കാനിങ്ങിനും പ്രിന്റിങ്ങിനും നിലവിലെ സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള തുക ഈടാക്കാവുന്നതാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ, അനുബന്ധ സേവനങ്ങൾ എന്നിവയെല്ലാം ചേർത്താണ് നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ രേഖകളുടെ സ്കാനിംഗ്, പ്രിന്റിംഗ് എന്നിവയ്ക്ക് സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള നിരക്കുകൾ ഈടാക്കാവുന്നതാണെന്ന് ഉത്തരവിൽ പറയുന്നു. സംസ്ഥാനത്തെ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അപേക്ഷകൾ ഇതിനോടകം സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ksmart.lsgkerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. നിലവിൽ സംസ്ഥാനത്തെ മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളുടെയോ പെൻഷനുകളുടെയോ ഗുണഭോക്താക്കളല്ലാത്ത അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം ലഭിക്കുന്നതാണ് പദ്ധതി. കേരളത്തിൽ സ്ഥിരതാമസക്കാരായ 35-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ് വുമൻസിനുമാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. അന്ത്യോദയ, അന്നയോജന, മുൻഗണനാ വിഭാഗം എന്നിവയിൽ പെടുന്നവർക്കാണ് അപേക്ഷിക്കാനാവുക. കഴിഞ്ഞ ഡിസംബർ 22 മുതലാണ് പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങിയത്. ഇതുവരെ 8 ലക്ഷത്തിന് മുകളിൽ അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.